ഡോക്യുമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെ പേരും ജെൻഡറും മാറ്റാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ കയറി ഫോം ഡൗൺലോഡ് ചെയ്യണം. parishabavan.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആവുമ്പോൾ വലതുവശത്തെ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിന്ന് അപേക്ഷാ ഫോമുകൾ എന്ന ഓപ്ഷൻ എടുക്കുക. തുടർന്ന് മറ്റ് തിരുത്തലുകൾ എന്ന ഓപ്ഷൻ എടുക്കുക. ശേഷം വരുന്ന ഫോം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോമിലെ 3ാമത്തെ പേജിലുള്ള ഇൻസ്ട്രക്ഷൻസ് നന്നായി വായിക്കുക. അതിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് ഫോം പൂരിപ്പിക്കേണ്ടത്. അടുത്തതായി ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് 30 രൂപയുടെ ചെല്ലാൻ അടച്ച് റെസിപ്റ്റ് എടുക്കണം. ഇനി പൂരിപ്പിച്ച ഫോമിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിനെ കൊണ്ട് സീലും സൈനും ചെയ്യിപ്പിക്കണം. ഇതിനായി സ്കൂളിൽ പോകേണ്ടതുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ പൂരിപ്പിച്ച ഫോമും 10ാം ക്ലാസ്സിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ചെല്ലാൻ റെസിപ്റ്റും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും പിന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തിരികെ അയച്ചു തരുന്നതിനായുള്ള പോസ്റ്റൽ കവറും കൂടെ ഗസറ്റഡ് നോട്ടിഫിക്കേഷനും ട്രാൻസ്ജെൻഡർ ID കാർഡും പിന്നെ നിങ്ങളുടെ സർജറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ഫോട്ടോയായിരിക്കും തിരുത്തിയ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. പോസ്റ്റൽ കവറിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ നിശ്ചിത തുകയുടെ സ്റ്റാമ്പും നിർബന്ധമായിട്ട് ഒട്ടിച്ചിരിക്കണം. പോസ്റ്റൽ കവറിൽ എഴുതുന്ന അഡ്രസ്സിലായിരിക്കും സർട്ടിഫിക്കറ്റ് വരുന്നത്. സൈനും സീലും ചെയ്ത ശേഷം സ്കൂളിൽ നിന്ന് നേരിട്ട് പരീക്ഷാഭവനിലേക്ക് അയക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇവയെല്ലാം സ്കൂളിൽ തന്നെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ പരീക്ഷാഭവനിൽ നേരിട്ട് ഏൽപ്പിക്കണം. നിങ്ങൾ നേരിട്ട് പരീക്ഷാഭവനിൽ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫയൽ നമ്പർ തരും. ഈ നമ്പർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ കയ്യിൽ സൂക്ഷിക്കുക. 1 മുതൽ 3 മാസം വരെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സമയം. സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടായാലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണങ്ങൾക്കോ വേണ്ടി നിങ്ങൾക്ക് പരീക്ഷാഭവനെ ബന്ധപ്പെടുമ്പോൾ ഈ നമ്പർ കൊടുക്കാവുന്നതാണ്. ഇനി സ്കൂളിൽ നിന്നാണ് അയക്കുന്നതെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെടുക. ഇനി സർട്ടിഫിക്കറ്റ് തിരുത്തലുകൾ വരുത്തി നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇതുമായി വീണ്ടും സ്കൂളിൽ പോകുകയും സ്കൂൾ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യിക്കുകയും കൂടാതെ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിനെ കൊണ്ട് സീലും സൈനും ചെയ്യിപ്പിക്കുകയും വേണം. എന്റെ സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്ത രീതിയാണിത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, പുതിയ രീതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ദയവായി കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.